വെക്കുന്നത്. മിക്കവാറും ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടാകാറുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ നല്ല അട്ടാർ കോമ്പിനേഷൻ ആണ് ചില്ലി ചിക്കൻ. നല്ല ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുള്ള വീഡിയോ കാണാം. ഇതിനായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 3/4 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. ചില്ലി ചിക്കൻ ഒരുപാട് വലിയ പീസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ആഡ് ചെയ്യാം. കാശ്മീരി റെഡ് ചില്ലി എങ്കിൽ സാധാരണ മുളക് പൊടിയാൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യാം. ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 3 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇനി നമ്മൾ കൈ വെച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്കൊരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടി ചേർക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. എന്നാൽ പൊടി ഐറ്റംസ് എല്ലാം നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരത്തുള്ളൂ. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും നമ്മളതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലൊന്നും ചിക്കനിലേക്ക് ആവുള്ളൂ. അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മുടെ ഈ പീസുകൾ ഓരോന്നായിട്ട് അതിലേക്ക് പറക്കിയിടുക. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഞാൻ ചിക്കൻ മുഴുവനും ഒരു തവണയായിട്ടിട്ടല്ല ഫ്രൈ ചെയ്തത്, 2 തവണയായിട്ടാണ് ഫ്രൈ ചെയ്തത്. മുഴുവൻ പീസുകളും ഫ്രൈ ചെയ്ത് ഇതുപോലെ മാറ്റി വയ്ക്കുക. അതിനുശേഷം 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് നമ്മൾ അതിനെ ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കുക. ഇത് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി ഓയിലാണ് എടുക്കുന്നത്. കുറച്ച് ഓയിൽ എടുത്താൽ മതിയാവും. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയാണ് ഞാനിതിൽ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ച 2 സവാള ചേർക്കുക.
ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കൂടി ഇതുപോലെ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഒരുപാട് അങ്ങ് വഴണ്ട് പോകണ്ട, ഏകദേശം ഈ ഒരു പരുവം ആയാൽ മതിയാവും. അതിനുശേഷം ഇതിലേക്ക് വലിയ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും ചേർക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി ഒന്ന് തിക്കായി വരുന്നത് വരെ ഇളക്കുക, ഏകദേശം ഈ ഒരു പരുവാവുന്നത് വരെ. അതിലേക്ക് നമ്മളുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് വേഗം തന്നെ ഇളക്കി കൊടുക്കുക. എങ്കിലേ നമ്മുടെ ചിക്കനിലേക്ക് പെട്ടെന്ന് ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വരുള്ളൂ. സോസിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി ഉപയോഗിക്കാം. ഈ സോസുകളെല്ലാം ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. ഇപ്പം നമ്മുടെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. നമ്മൾ ലാസ്റ്റ് പെപ്പർ ഇടുമ്പോഴത്തേക്കിന് ആ പെപ്പറിൻ്റെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സ്പൈസി ആവാനോട് വേണ്ടിയിട്ടാണ് നമ്മളിതിന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ചപ്പാത്തിയുടെ കൂടോ ഫ്രൈഡ് റൈസിൻ്റെ കൂടോ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എൻ്റെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട ശേഷം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മളുടെ ചില്ലി ചിക്കന്. ഉണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.